നമസ്കാരം, പിക്നിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ. ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്ന ഒരു ഇൻഡോ ചൈനീസ് വിഭവമാണ്. ഗോബി എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവറിനെയാണ് ഹിന്ദിയിൽ. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് അതൊരു സോസ് ആണ്, അത് നല്ല സ്പൈസി ആണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് 1 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു കോളിഫ്ലവർ ആണ്. പക്ഷെ ഇതിന്റെ തണ്ടൊക്കെ റിമൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു 800 ഗ്രാമോളം കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് നീറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ആ ലീഫി പോർഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ടെൻഡർ പോർഷൻ മാത്രം ഒരു 500 ഗ്രാം എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കോളിഫ്ലവറിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അതിലെ ചെറിയ പുഴുക്കൾ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. അതിനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ ഒരു കോളിഫ്ലവർ അതിൽ മുക്കി കഴുകിയെടുക്കുകയാണ്. നമ്മുടെ ഈ കോളിഫ്ലവർ ഇപ്പം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരു 3 മീഡിയം സൈസ്ഡ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഗ്രീൻ ചില്ലി 2 എണ്ണം കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇനി വേണ്ടത് മുളക് പൊടിയും ഉപ്പുമാണ്. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് തുടങ്ങിയവയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളകും ആവശ്യമാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളിഫ്ലവർ കോട്ട് ചെയ്യാനായിട്ടുള്ള മാവ് റെഡിയാക്കുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന കോളിഫ്ലവർ മാവുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആവില്ല. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു കോളിഫ്ലവർ നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്ത ആ ഒരു എണ്ണയിൽ നിന്ന് 1 സ്പൂൺ എണ്ണ നമ്മൾ പുതിയൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ മുളക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഉള്ളി ചോപ്പ് ചെയ്ത ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഓണിയൻ ഒന്ന് വാടുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. ഇനി ക്യാപ്സിക്കം ചേർക്കുകയാണ്. കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. നമ്മൾ ഈ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യുന്നത്.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് പിടിച്ചിരിക്കണം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും നാനിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ